കളമശ്ശേരി കുസാറ്റിൽ ആഡംബര കാറിന് തീപിടിച്ചു. കാർ പൂർണ്ണമായി കത്തി നശിച്ചു. നിർത്തിയിട്ടിരുന്ന കാറിനാണ് തീ പിടിച്ചത്. സംഭവസ്ഥലത്ത് നിന്ന് വിഷ്ണു പ്രകാശ് ചേരുന്നുണ്ട്. വിഷ്ണു, അതിഭീകരമായ ദൃശ്യങ്ങളാണ്. കാർ പൂർണ്ണമായി കത്തി നശിച്ചു. ഇത്തരത്തിലുള്ള അപകടങ്ങൾ നിരവധിയായി നടക്കുന്നു. ഇത് എപ്പോഴായിരുന്നു ഈ സംഭവം? മറ്റാർക്കും അപകടങ്ങളൊന്നുമില്ലല്ലോ അല്ലേ? ഹിമ, ഇന്നിപ്പോൾ കാറ് കത്തിയതിൽ ഒരു അപകടവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമുള്ള കാര്യം. ആശ്വാസകരമായിട്ടുള്ള കാര്യവും അത് തന്നെയാണ്. ഇന്ന് ഉച്ചയോടുകൂടി 2 മണിക്ക് ആണ്, ഏകദേശം 2 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ കാർ തീ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കളമശ്ശേരിയിൽ കുസാറ്റ് ക്യാമ്പസിനകത്തുള്ള റോഡിൽ വെച്ചായിരുന്നു ഇത്തരം സംഭവം ഉണ്ടായത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ വാഹനത്തിൻ്റെ ഉടമ ഈ കാറ് വർക്ക്ഷോപ്പിലോട്ട് കൊടുത്തിരുന്നു. അവിടെ നിന്ന് ടെസ്റ്റ് ഡ്രൈവിനായി അവിടുത്തെ വർക്ക്ഷോപ്പിലെ തന്നെ ഒരു ഡ്രൈവർ ഓടിക്കുന്നതിനിടയിൽ ചെറിയ രീതിയിലുള്ളൊരു ഫയർ അലാം മുഴങ്ങി. അതിൽ നിന്നും താഴെ നിന്നും വണ്ടിയുടെ എഞ്ചിൻ ഭാഗത്തു നിന്നും ചെറുതായി പുക വരുന്ന ശ്രദ്ധയിൽപ്പെട്ട് അദ്ദേഹം വണ്ടി സൈഡിൽ ഒതുക്കുകയായിരുന്നു. ആ ഒതുക്കിയ ഉടനെ തന്നെ അത് വലിയൊരു തീഗോളമായി മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കാർ ഏതായാലും പൂർണ്ണമായും കത്തി നശിച്ചു. കാറിൻ്റെ അകവും പുറവും ഒരുപോലെ തന്നെ കത്തി നശിച്ചു. ഇനി അതൊരു ഉപയോഗിക്കാവുന്ന തരത്തിൽ നിന്നും ഉപയോഗിക്കാവുന്ന തരത്തിൽ അല്ല ഇപ്പോൾ കാറുള്ളത്. ആ സംഭവം നടക്കുമ്പോൾ തന്നെ പരിസരത്ത് കോളേജ് ക്യാമ്പസാണ്. അപ്പോൾ ഈ പരിസരത്തെല്ലാം വിദ്യാർത്ഥികളെല്ലാം ഉണ്ടായിരുന്നു. അവർ ഇടപെട്ട് ഉടനടി തന്നെ ഫയർ എക്സ്റ്റിങ്ക്യൂഷറും മറ്റും ഉപയോഗിച്ച് തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിച്ചെങ്കിലും അത്തരം ജോലികളൊന്നും ഒരു വിജയത്തിലോട്ട് എത്തിയില്ല. ഉടനടി തന്നെ അവർ ഫയർഫോഴ്സിനെ വിളിച്ചു. ആ ഫയർഫോഴ്സ് എത്തിയാണ് പിന്നീട് തീ പൂർണ്ണമായും നിയന്ത്രിച്ചത്. എന്നാൽ ആ സമയത്തോടകം തന്നെ കാറ് ഏകദേശമല്ല മുഴുവനായി തന്നെ പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, ആളുകൾക്ക് ആർക്കും അപായമില്ല. ആ പരിസരത്താണ് ഇപ്പോൾ അവിടെ നിന്ന വിദ്യാർത്ഥികൾ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ആ പ്രദേശത്തെല്ലാം ഇലകളെല്ലാം പൊഴിഞ്ഞ്, മരങ്ങളുടെ ഇലകളെല്ലാം പൊഴിഞ്ഞ് ഉണങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ വലിയ രീതിയിൽ അവിടേക്ക് ഒരു പക്ഷേ ആ കാറിലെ തീ അവിടേക്ക് പിടിച്ചിരുന്നെങ്കിൽ ആ പരിസരത്തെല്ലാം ഒരു ചെറിയ തീക്ക് ഇരയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ഏതായാലും കുട്ടികളുടെ ഇടപെടലും അത് നിയന്ത്രിക്കുന്ന തരത്തിലോട്ട് മാറി. ആ പരിസരത്തെല്ലാം വിദ്യാർത്ഥികളുടെ ബൈക്കെല്ലാം പാർക്ക് ചെയ്തിരുന്ന ഒരു സ്ഥലവുമായിരുന്നു. ആ സ്ഥലത്ത് നിന്നെല്ലാം ഉടനടി കുട്ടികൾ ആ ബൈക്കെല്ലാം മാറ്റി. അതിനുശേഷം ഫയർഫോഴ്സ് എത്തിയപ്പോൾ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി. അല്പം മുമ്പ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അടക്കമുള്ളവർ അവിടെ എത്തിയിരുന്നു. അപ്പോൾ അവർ പരിശോധന നടത്തുന്നുണ്ട്. ഏത് വിധത്തിലാണ് തീ പിടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് എന്നതിലടക്കം ഈ ഉദ്യോഗസ്ഥരുടെ വാഹന വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ അവിടെ എത്തി അവർ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഉടമയുമായി എല്ലാം ബന്ധപ്പെട്ട് കാര്യത്തിൽ ഒരു വ്യക്തമായ ധാരണ വരും. അവർ ഉടമയോട് ഫോണിൽ സംസാരിച്ചപ്പോൾ മനസ്സിലായത് ഈ കാറ് 2013 മോഡലിലുള്ള കാറാണ്. അപ്പോൾ സർവീസ് ആവശ്യത്തിനായി കാറ് മറ്റൊരു വർക്ക്ഷോപ്പിലേക്ക് കൊടുക്കുകയായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായി ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുപോകുന്നതിനിടയിലാണ് ഈ തീ പിടിച്ചത് എന്നാണ്. ഏതായാലും ഈ ലഭ്യമായ ചില പ്രതികരണങ്ങളിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ഞാൻ ബൈക്കായിട്ട് പാസ് ചെയ്യുമ്പോഴാണ് കണ്ടത്. അപ്പോൾ കണ്ട സമയത്ത് ഇവിടെ എഞ്ചിൻ റൂമിൽ നിന്നാണ് തീ തുടങ്ങിയത്. അപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കി, ഫയർ എക്സ്റ്റിങ്ക്യൂഷൻ എടുത്തിട്ടൊക്കെ നമ്മൾ ചെയ്ത് നോക്കി, പക്ഷേ കാണിക്കാൻ പറ്റില്ല. ഇല്ല, ഞാൻ വരുന്ന സമയത്ത് ഡ്രൈവർ ഇറങ്ങിയിട്ടുണ്ട്. ആളെ കണ്ടിട്ടില്ല. അല്ല, ഞങ്ങൾ ആ സമയത്ത് പരിസരത്ത്, ഞങ്ങളുടെ MBA ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഞങ്ങളെ പരിസരത്ത് കുറച്ച് ബൈക്കുകളുണ്ടായിരുന്നു, ഒരു 4-5 ബൈക്കുകളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇക്കയും കുറച്ച് നാട്ടുകാരും കൂടി നമ്മൾ വിളിച്ചു. ഞങ്ങൾ അതൊക്കെ മറ്റുള്ള തീപിടുത്തത്തിൽ നിന്ന് അങ്ങോട്ട് മാറ്റി നിർത്തി. വിഷ്ണു, തുടർന്ന് വിഷ്ണു, ഈ വർക്ക്ഷോപ്പും ഈ അപകടം നടന്ന സ്ഥലം തമ്മിൽ ഒരുപാട് ദൂരമുണ്ടോ? കുറേ ദൂരം എത്തിയിട്ടാണോ എങ്കിൽ ഇതിൽ പുക വന്നു തുടങ്ങിയത്? എന്തായാലും വിദ്യാർത്ഥികളുടെ ഇടപെടൽ വളരെ കൃത്യമായിരുന്നു. മറ്റ് അപകടങ്ങളിലേക്ക് പോകാതെ അവരുടെ ഇടപെടൽ സഹായിക്കുകയും ചെയ്തു അല്ലേ? ദിവിഷ്, പ്രധാനമായും ഈ ഡ്രൈവറെ ഈ അപകടത്തിന് ശേഷം അവിടെ സ്ഥലത്ത് കണ്ടിട്ടില്ല. ആൾ അപകടമുണ്ടായ ഉടനെ തന്നെ കാറിൽ നിന്ന് ഇറങ്ങി മാറുകയായിരുന്നു. ഈ ഉദ്യോഗസ്ഥരടക്കം, മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരടക്കം അവിടെ ഉള്ളപ്പോഴും അവർക്കും ഇദ്ദേഹത്തെ, ഈ വണ്ടി ഓടിച്ചിരുന്ന ആളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് ഏത് വർക്ക്ഷോപ്പിലാണ്, എവിടേക്കാണ് കൊണ്ടുപോയത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. ഏതായാലും ഡ്രൈവർക്ക് അപകടമൊന്നുമില്ല എന്നുള്ളൊരു കാര്യത്തിൽ സ്ഥിരീകരണമുണ്ട്. വാഹനം പൂർണ്ണമായും കത്തി നശിച്ചു. ഈ വിദ്യാർത്ഥികളുടെ ഇടപെടലാണ് അതിൽ നിർണായകമായിട്ടുള്ളത്. ആ സമയത്ത് ഉച്ചനേരമായിരുന്നു, 2 മണി സമയമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഒരു പക്ഷേ അത് വലിയ രീതിയിലുള്ള ഒരു തീയാകാൻ സാധ്യതയുണ്ടായിരുന്നു. കുസാറ്റ് ക്യാമ്പസ് പരിസരം വിശാലമായ ഒരു തുറന്ന പരിസരമാണ്. ആ പ്രദേശത്തെല്ലാം ധാരാളം മരങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. ഇപ്പോൾ വേനൽക്കാലം ആയതിനാൽ തന്നെ ഉണങ്ങിയ പുല്ലുകളും അടക്കം അവിടെയുണ്ട്. ഒരു പക്ഷേ ഈ തീ അന്നേരം ആ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ, ആ കുട്ടികൾ അതിൽ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ വലിയ ഒരു തീ പിടുത്തത്തിലോട്ട് അത് മാറിയതിനെ കുറച്ചുകൂടി കാര്യങ്ങളായി
കുറച്ചും കൂടി സിവിയർ ആയിട്ടുള്ള ഒരു ഘട്ടത്തിലോട്ട് അത് മാറിയത്. ഏതായാലും ഇപ്പോൾ ഒരു യൂണിറ്റ് ഫയർഫോഴ്സ് വന്നാണ് ഈ തീ അണച്ചത്. ഫയർഫോഴ്സ് വന്നായിരുന്നു ഈ തീ അണച്ചത്. ഏതായാലും തീ ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഇനി ഏത് തരത്തിലാണ് ഇത്തരത്തിൽ ഈ തീപിടുത്തം ഉണ്ടായത് എന്നുള്ള കാര്യങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാണ്. അപ്പോൾ അതിനുശേഷം ഉദ്യോഗസ്ഥരടക്കം അവിടെ സ്ഥലത്തെത്തിയിരുന്നു. അവരുടെ എല്ലാം ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണ്. പ്രശ്നമല്ല, ഡ്രൈവർ എന്തിനാണ് അവിടുന്ന് മാറി നിന്നതെന്നാണ് മനസ്സിലാവുന്നത് അല്ലേ? പെട്ടെന്ന് പുറത്തിറങ്ങിയും അത് കെടുത്താനുള്ള ശ്രമങ്ങൾക്ക് മുന്നിട്ട് നിൽക്കേണ്ട ആളാണ് ആ വാഹനം ഓടിച്ച ആൾ. പക്ഷേ അയാളെ അവിടെ കണ്ടില്ല. നാട്ടുകാരുടെയൊക്കെ ഇടപെടും പിന്നീട് ഫയർഫോഴ്സും എത്തിയിട്ടാണ് തീ അണച്ചത്. എന്തായാലും വാഹനം പൂർണ്ണമായും കത്തി നശിച്ചു. ഇനി മറ്റ് വിവരങ്ങൾ വഴിയെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. വിഷ്ണു പ്രകാശാണ് വിവരങ്ങൾ പങ്കുവച്ച കൊച്ചിയിൽ നിന്ന്.